ഹലോ ഓൾ, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടായി വരുന്ന ടൈമിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് ഗീ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ് വെള്ളുള്ളിയും പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡറിൽ കുറച്ച് വെളുത്തുള്ളി, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, 2 ചെറിയ പീസ് ഇഞ്ചി ഇട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചു വെച്ച പേസ്റ്റ് ഉള്ളി വയറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ചെറിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അലിയണ വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയില, പുതിനയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റൊക്കെ അടിച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ 20 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് റൈസിന് വേണ്ടിയിട്ട് 250 ml 3 കപ്പ് ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബിരിയാണി പോട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ചൂടായി വരുന്ന ടൈമിൽ 2 ടേബിൾ സ്പൂൺ വെള്ളുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്ന ടൈമിൽ ആവശ്യത്തിന് ഉപ്പും ഏലക്ക, പട്ട, കറാമ്പൂ ചേർത്ത് കൊടുത്ത് കഴുകിയെടുത്ത അരി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റൈസിൽ നിന്ന് പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് മറ്റേ പകുതി ഒന്ന് നിരത്തി കൊടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ച മസാല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം മാറ്റി വെച്ച റൈസ് എടുത്ത് മുകളിൽ ഇട്ട് കൊടുത്ത് മസാല കവർ ചെയ്ത് എടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല, മല്ലിയില ഇതുപോലെ റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ബിരിയാണിയിൽ ഹോളിട്ട് കൊടുത്ത് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. ദമ്മായി കഴിഞ്ഞാൽ ഈ ഹോൾസിൻ്റെ ഉള്ളിലൂടെ പുക വരുന്നത് കാണാം. എന്നിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിന ചട്നി കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡറിൽ ആവശ്യത്തിന് തേങ്ങ, ഒരു പച്ചമുളക്, മല്ലിയില, പുതിനയില കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക.
എന്നിട്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു പകുതി ലെമൺ പിഴിഞ്ഞ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഒന്ന് റെഡിയാക്കി നോക്കണം.